ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് ഓർത്തെ. എപ്പോഴും അമ്പലത്തിൽ അങ്ങനെ പോകുന്നതല്ല, പിന്നെ ഇന്ന് അമ്പലത്തിൽ പോകണം തോന്നിക്കൊണ്ടിരിക്കും. കുറേ നാളായിട്ട് പോകണം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് പോയേക്കാമെന്ന് ഓർത്തു കേട്ടോ. പോകാൻ വേണ്ടി ഞാൻ രാവിലെ താഴെ വരെ ഓട്ടോയ്ക്ക് പോയി കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്ന ബസ്സാണിത്. അവളവിടെ നിന്ന് വീടിൻ്റെ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചമ്മല കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അരിത്രപ്പള്ളി കയറാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാനും അവളും കൂടെ അരിത്രപ്പള്ളി കയറിയിട്ട് അവിടെ പോയി തിരിയും കത്തിച്ച് അവിടെ ഇങ്ങനെ എണ്ണ ഒഴിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് എണ്ണയും ഒഴിച്ച് തിരിയും കത്തിച്ച് അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് വെള്ളം കുടിക്കുന്ന സ്ഥലമുണ്ട്. നല്ല തണുത്ത വെള്ളം കിട്ടും കേട്ടോ. നമ്മൾ പോയത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ കാരണം സഹിക്കാം. അപ്പോൾ പിന്നെ നല്ല തണുത്ത വെള്ളം കിട്ടുമല്ലോ. അപ്പോൾ അവൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ പോയി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ നിൽക്കുന്ന മരമില്ല, അത് നിറയെ നല്ല ഇലയും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം വെട്ടിക്കളഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചോട്ടിൽ തന്നെയുള്ള കേട്ടോ ഈ ഒരു കിളിക്കൂട് പോലത്തെ ഇങ്ങനെ കൂട്ടിലിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടെ അവിടെ നിന്ന് പോകുന്നത് അമ്പലത്തിൽ പോകണമല്ലോ, അപ്പോൾ നേരത്തെ പോകണമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ കൂടെ ബസ്സിനാട്ടോ പോകുന്നത്. ബസ്സിൽ കയറി ഇരിക്കുമായിരുന്നു. ബസ്സിലാണെങ്കിൽ പഴയ പാട്ടൊക്കെ ഇട്ടേക്കുമായിരുന്നു, അതുകൊണ്ടൊരു രസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബസ്സിലിരുന്ന് കുറേ ഇരുന്ന് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സ്ഥലം എത്തി കേട്ടോ. നമ്മൾ പോയ ക്ഷേത്രം കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. സത്യം പറഞ്ഞാൽ അവിടെ ഒരു വിശേഷ ദിവസമായിരുന്നേ. അവിടുത്തെ 66ാമത്തെ വാർഷികത്തിൻ്റെ എന്താണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല അവിടെ ഇന്ന പോലെ വിശേഷം ഉണ്ടെന്ന്. അവിടെ ചെന്നപ്പോഴൊക്കെ അറിഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒത്തിരി കടകളും, സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ചെല്ലാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ആ ദിവസം തന്നെ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ യാദൃച്ഛികമായിട്ട് ചെന്ന പോലെ അവിടെ ചെന്ന് ഒത്തിരിയേറെ കടകളുണ്ടായിരുന്നു കേട്ടോ. അല്ലേ തന്നെ അവിടെ പൊതുവെ കടകൾ കുറച്ചുണ്ടാകും. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒത്തിരി കടകളും ഒത്തിരി കളിപ്പാട്ടങ്ങളും അങ്ങനെ ഇങ്ങനെ ഒത്തിരിയേറെ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലുപരി എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തിരക്ക് എവിടെയും കാണില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയൊക്കെ പോയത് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു മുൻഭാഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾ കയറി. അവിടെ ചെരുപ്പിടാനൊന്നും ഇടയൊന്നുമില്ല, ഒത്തിരി ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു മൂലയിൽ കൊണ്ട് ഞങ്ങളുടെ ചെരുപ്പിടണമല്ലോ, അങ്ങനെ ഓർത്തിട്ടൊരു മൂലയിൽ കൊണ്ടുപോയി ചെരുപ്പിട്ടിട്ട് പിന്നെ ഇവിടെ വന്നിങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് തലയിൽ ഇങ്ങനെ വെള്ളം തളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ട് തളിച്ചപ്പോഴത്തേക്ക് എൻ്റെ തലയിലും കൂടെ അങ്ങനെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോഴാണെങ്കിൽ പുറത്തേക്കാളും ആളായിരുന്നു അകത്തെന്ന് പറയുമ്പോൾ ഒരു ക്യൂവിൻ്റെ സെക്ഷനായിരുന്നു. ഓരോ വശത്തും ഓരോരോ ക്യൂ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അകത്ത് കയറി തൊഴണമല്ലോ, തൊഴാൻ വേണ്ടി തന്നെയുള്ള ഈ ക്യൂ ആട്ടോ ഈ വലുത്. ഇതിങ്ങനെ ചുറ്റി വരണം. അപ്പം ഞങ്ങളൊരു ക്യൂവിൽ കയറി അങ്ങ് നിന്നു. അവിടെ നിന്ന് മടുത്ത് കുറേ നേരം നിന്ന്. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത്, അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലേ, പുറത്തിങ്ങനെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് പതിയെ പോകുന്നു. കാരണം എല്ലാവരും തൊഴുത് അതിലേ പുറവശത്തോടെ ഇങ്ങനെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞൊരു അമ്പലം കേട്ടോ. ഇവിടെ കേട്ടോ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞത് ഈ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പം അവിടെയും കൂടെ വന്ന് വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തിട്ട് വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുറത്തോട്ട് ഫുഡ്, അവിടെ അന്നദാനം ഉണ്ടായിരുന്നേ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ അതിലും വലിയ ക്യൂവ്. ദൈവമേ, ഈ ക്യൂ കാരണം അന്നത്തെ ദിവസം മൊത്തം ക്യൂവിൽ നിന്ന് മടുത്ത് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ വെയിൽ കാരണം നിന്ന് എങ്ങനെയോ ഫുഡ് മേടിച്ച് ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് വന്ന് നല്ല പുളിശ്ശേരിയും സാമ്പാറും ചെറുപയറും പപ്പടവും നല്ല അച്ചാറായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ ഒരു അങ്ങനെ കുളമല്ല, ഒരു ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന പോലെ വലിയൊരു ഡാമാണോ അമ്പലത്തിൻ്റെ കുളമാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ വലുതായിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഫോട്ടോ എടുക്കാനും ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഓർത്ത് ഓരോ കടയിൽ കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ വൈഫ് കുഞ്ഞാവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കൊച്ചല്ലേ, അപ്പോൾ അതിന് ഡ്രസ്സ് ഇങ്ങനെ ഒത്തിരി കണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ അതിന് മേടിച്ചായിരുന്നു. അവൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. നല്ല വിലക്കുറവായിരുന്നു കേട്ടോ ഡ്രസ്സിനും. പിന്നെ 2 നിക്കറും 2 ബനിയനും കൂടി ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ഇറങ്ങി പോകുന്ന ഒരു വ്യൂവിൻ്റെ ഇതാണ് കേട്ടോ. അവിടെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ഭയങ്കര വെയിലാണ്, നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തിരിച്ചു പോയേക്കാലോ എന്നൊക്കെ ഓർത്തിട്ട്
പതിയെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആ വെയിൽ കൊണ്ട് എനിക്ക് ക്ഷീണമാകട്ടെ എന്ന് ഓർത്തിട്ട് എന്നാൽ പിന്നെ അവൾ പറഞ്ഞു നമുക്ക് പോയി കടയിൽ പോയി ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്നും പറഞ്ഞിട്ട് കടയിൽ കയറി. പിന്നെ അവിടെ ഇരുന്ന് കുറേ വർത്തമാനം പറഞ്ഞ് കുറേ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ കുടിക്കാൻ പോയത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന നാരങ്ങ വെള്ളത്തിന് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. മധുരം സഹിക്കാൻ പറ്റും എങ്ങനെയൊക്കെയോ പാതി ഞാൻ അവിടെ വെച്ച് അവളെങ്ങനെയോ കുടിച്ച് തീർത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ ഫ്രീ ടിക്കറ്റ് ആണല്ലോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.